വയലൻസ് ഉള്ള സിനിമകൾ വരട്ടെ, കുറച്ചുകൂടി ഇങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന സിനിമകൾ വരട്ടെ. 15 വയസ്സ് മാത്രമുള്ള കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന അതിക്രമമാണ്. മരിച്ചുപോയ കുട്ടിക്ക് കിട്ടാത്ത എന്ത് മാനസികമായിട്ടുള്ള പരിഗണനയാണ് ആ കുട്ടീനെ അതിക്രൂരമായി കൊലപ്പെടുത്തി പ്രതികൾക്ക് ലഭിക്കേണ്ടത്? നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനോ നമുക്ക് ജീവിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഒരുതരം മാനസികമായിട്ടുള്ള ഒരു മരവിപ്പ്, അല്ലെങ്കിൽ എനിക്കറിയില്ല ആ ഫീലിങ്ങിനെ എങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. ആ ഒരു ഫീലിങ്ങിലാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് March 1. ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്ത മനസാക്ഷിനെ അത്രയധികം ഇതിന് വേദന എന്നൊന്നും പറഞ്ഞ ചിലപ്പോൾ അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. 15 വയസ്സ് മാത്രമുള്ള കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന അതിക്രമമാണ് ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു കുട്ടിയുടെ ജീവിതമാണ്, സ്വപ്നങ്ങളാണ് ക്രൂര മെന്റാലിറ്റി ഉള്ള കുറെ ചെറുക്കന്മാര് ചേർന്ന്, അവന്റെ സമപ്രായക്കാര് ചേർന്ന് നശിപ്പിച്ചാൽ, അതും അതിക്രൂരമായിട്ട്. അതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? അതായത് കൂട്ടത്തല്ലിട്ടിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് എത്തുന്നത്. അതൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് എത്തുന്നത്? കുറച്ചുകൂടി വയലൻസ് ഉള്ള സിനിമകൾ വരട്ടെ, കുറച്ചുകൂടി ഇങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന സിനിമകൾ വരട്ടെ, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന കണ്ടന്റുകൾ വരട്ടെ പുറത്തേക്ക്. ഇതൊക്കെ ആ ഒരു ന്യൂസിനകത്ത് അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിന്റെ ചാറ്റിന്റെ ഓഡിയോസ് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ, പ്ലാൻഡ് ആയിട്ട് ഒരാള്, അതായത് അബദ്ധത്തിലൊന്നും ഒരു ഇടി കൊണ്ടിട്ട് കുട്ടി മരിച്ചൊന്നുമില്ല. പ്ലാൻഡ് ആയിട്ട് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സമൂഹത്തിലാണ് എന്റെ കുഞ്ഞ് വളർന്നു വരുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കാൻ പോകുന്ന ന്യൂസ് എന്താണെന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഇപ്പൊ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ വെഞ്ഞാറമൂട് നടന്ന കൊലപാതകത്തിന്. അതിന്റെ അടിയിൽ വന്നിട്ട് ആരോ കമന്റ് ചെയ്തു, നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ല ഇത്. ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവും. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് കുട്ടികളുടെ മൈൻഡിൽ ഇത്രയും ക്രൂരതകൾ വരുന്നു? കഴിഞ്ഞ ദിവസം ഒരു 23 വയസ്സുകാരനാണ് ആ ക്രൂരത ചെയ്തതെങ്കിൽ ഇന്ന് ചെയ്തത് 15 വയസ്സുകാരനാണ്. ഈ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത്രയധികം ക്രൂരലായിട്ടുള്ള ചിന്താഗതികൾ അവരിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇതിന്റെ പ്രോബ്ലംസ് എന്താണ്? സ്കൂളുകളിൽ നിന്ന് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. സ്കൂളുകളിൽ വളരെ വ്യക്തമായിട്ട് ലോ എന്തൊക്കെയാണ്, റൂൾസ് എന്തൊക്കെയാണെന്ന് കുട്ടികളെ അറിയേണ്ട സമയം എത്തിക്കുക. ആ കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടയച്ചു പോലും ഈ കൊലപ്പെടുത്തിയ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ വിട്ടയച്ചു. എന്തിനാണ്? ആ സെയിം ഏജിലുള്ള ഒരു കുട്ടിയുടെ ജീവനല്ലേ അവർ നശിപ്പിച്ചത്? ആ മരിച്ചുപോയ കുട്ടിക്ക് കിട്ടാത്ത എന്ത് മാനസികമായിട്ടുള്ള പരിഗണനയാണ് ആ കുട്ടീനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ലഭിക്കേണ്ടത്? അതിനെയും ന്യായീകരിക്കുന്ന സമൂഹമാണ്. ആ കൊലപാതകത്തെ പോലും ന്യായീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെല്ലാം അറ്റ്ലീസ്റ്റ് 80s and 90s ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളുടെ മക്കള് നമ്മളുടെ കൈവിട്ട് പോകും. നമ്മൾ ഇനിയും ഇതിലും ക്രൂരമായിട്ടുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരും. ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഗവൺമെന്റ് ഒഫീഷ്യൽസ്, നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു മയക്കുമരുന്ന്, ഇങ്ങനത്തെ കൊലപാതക പ്രവണതകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതിനെ അഡ്രസ്സ് ചെയ്യുക സ്കൂളുകളിൽ. ആൻഡ് സ്കൂളുകളിൽ ഒരിടയ്ക്ക് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊണ്ടുവന്നു, ഗുഡ്, നല്ല കാര്യമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് കുറെ കാര്യങ്ങളിലുള്ള അറിവുണ്ടായി. അതേപോലെ തന്നെ ഇനിയും സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ള മാനുഷിക പരിഗണന, മാനുഷിക മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങണം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പ്ലീസ്, നിങ്ങൾ മാനുഷിക മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരെ ഒരുമാതിരി കോർണർ ചെയ്തിട്ട് ഈ എന്റർടൈൻമെന്റ്സും വളരെയധികം ലോജിക്കില്ലാത്ത കാര്യങ്ങളും പറയുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കണം. ഞാൻ എല്ലാം ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയും ആക്ടിവിസ്റ്റുകളെയും ഒക്കെ ഞാൻ അതിലേക്ക് റിക്വസ്റ്റ് ചെയ്യണം. ഇത്രയും കേരളത്തിൽ 15 വയസ്സ് വരെയുള്ള, ഏറ്റവും കുറഞ്ഞ 15 വയസ്സ് ഉള്ള ആൾക്കാർ വരെ പ്രതികളാക്കപ്പെട്ട സാഹചര്യത്തിൽ നാളെ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനോ നമുക്ക് ജീവിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുക, വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു തുടങ്ങുക. കാലം ഇനി താമസിക്കാനായിട്ടില്ല.